വണ്ണായിക്കടവ് പാലം ജനങ്ങൾ ഉപരോധിച്ചു. കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു തീരാറായി അപകടം പതിയിരിക്കുന്ന ഈ പാലം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വണ്ണായിക്കടവ് പ്രാദേശിക വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പാലം ഉപരോധ സമരം ഇരിക്കൂർ MLA സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പാലങ്ങളാണ് അപകടാവസ്ഥയിലുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മഴക്കാലത്ത് ഗതാഗതം അസാധ്യമായി മാറുന്നത്. അതിലൊന്ന് വണ്ണായിക്കടവാണ്. രണ്ടും നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാലമായ ഉളിക്കൽ പഞ്ചായത്തിലെ വട്ട്യാന്തോട് പാലമാണ്. മറ്റൊന്ന് നമുക്കറിയാം പയ്യാവൂർ പഞ്ചായത്തിൽ തന്നെയുള്ള കണ്ടകശ്ശേരി പാലമാണ്. അത് ഇരിക്കൂറിനെയും മട്ടന്നൂർ നിയോജകമണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ പാലമാണ്. ഈ 3 പാലങ്ങളും ആണ് വളരെ ഗുരുതരമായ അപകടാവസ്ഥയിലുള്ളത്. ഇരിക്കൂർ പാലവും അത് അപകടാവസ്ഥയിലാണ്, പക്ഷേ വെള്ളം കയറുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെ ചെറിയ നിരവധിയായ പാലങ്ങൾ നമുക്കറിയാം, ആനേടി പാലം, അതുപോലെ തന്നെ മാട്ര ചപ്പാത്ത് പാലം, വയത്തൂർ പാലം, അതുപോലെ തന്നെ നിരവധിയായ പാലങ്ങൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് 15ഓളം പാലങ്ങളാണ് പുതിയതായി നിർമ്മിക്കേണ്ടതും പഴയ പാലങ്ങളുടെ സ്ഥാനത്ത് പുതിയ പാലങ്ങൾ നിർമ്മിക്കേണ്ടതുമായിട്ടുള്ളത്. അപ്പോൾ അത് നിർമ്മിക്കാൻ ചുരുങ്ങിയത് ഏറ്റവും ചെറിയൊരു പാലങ്ങളിലൊന്നാണ് വണ്ണായിക്കടവ് പാലം. 7 കോടി രൂപ ഇവിടെ തന്നെ ഈ പാലത്തിന് തന്നെ ആവശ്യമാണ്. വട്ട്യാന്തോട് പാലത്തിന് 10 കോടി രൂപ ആവശ്യമാണ്. ഇരിക്കൂർ പാലത്തിന് അതിലേറെ തുക അതിനാവശ്യമാണ്. കണ്ടകശ്ശേരി പാലത്തിനും ഏതാണ്ട് 10 കോടി രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുകയാണ്. കണ്ടകശ്ശേരി പാലം പകുതി താണു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ മഴക്കാലമെന്നോ അല്ലെങ്കിൽ മറ്റ് കാലാവസ്ഥയെന്നോ ഒരു പ്രത്യേകതയൊന്നുമില്ല. ഏത് നിമിഷവും ആ പാലം താഴേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ തന്നെ കണ്ടകശ്ശേരി പാലത്തിനുള്ളത്. അപ്പോൾ ഇത് വളരെ വലിയ ഒരു പ്രതിസന്ധിയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട വിൽസൺ വിളിച്ചപ്പോൾ സത്യത്തിൽ ഞാനൊരു നിസ്സഹായാവസ്ഥയിൽ എന്ത് പറയും, ഇന്നിവിടെ വന്ന് നിങ്ങളോട് എന്ത് പറയും. ജനപ്രതിനിധികളാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും ചോദിക്കുക. നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ ആവശ്യപ്പെടാത്തത് കൊണ്ടല്ല, നമ്മൾ സമ്മർദ്ദം ചെലുത്താത്തത് കൊണ്ടല്ല. കിട്ടിയ എല്ലാ വേദികളിലും നിയമസഭയിൽ തന്നെ നിരവധിയായിട്ടുള്ള ബഡ്ജറ്റ് പ്രസംഗങ്ങൾ ഉൾപ്പെടെ ഈ പാലത്തിന്റെ പേര് പറഞ്ഞ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ, ബഹുമാനപ്പെട്ട നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മുന്നിൽ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ, നമ്മുടെ പൊതുമരാമത്ത് സെക്രട്ടറിയുടെ മുന്നിൽ, അതുപോലെ തന്നെ ചീഫ് എഞ്ചിനീയറുടെ മുന്നിലെല്ലാം തന്നെ ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പരിഹാര നിർദ്ദേശം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അവസരം കിട്ടിയില്ലെങ്കിലും ഈ വിഷയം വന്നപ്പോൾ ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തെ ഇടപെടണം എന്നൊരു ആവശ്യം ഉന്നയിക്കാൻ വേണ്ടി തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നലെ തന്നെ കത്ത് തയ്യാറാക്കി ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കത്ത് കൈമാറുന്നുണ്ട്. ധനകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ഒരു ദുരന്ത സാഹചര്യം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ഇതുപോലെയുള്ള ഗുരുതരമായ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർക്കും ആ കാര്യത്തിൽ അടിയന്തര ഗൗരവത്തോടു കൂടി ഇത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ 3 പേർക്കും ഇന്ന് രേഖാമൂലം തന്നെ കത്ത് നൽകി ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. പൈസക്കരി ഫെറോന വികാരി ഫാദർ നോബിൾ ഓണംകുളം അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക വികസന സമിതി കൺവീനർ വിൽസൺ ചാക്കോ ആമുഖ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെയിംസ് തുരുത്തേൽ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ടെൻസൺ കണ്ടത്തിൻകര, TP അഷ്റഫ്, വികസന സമിതി നേതാക്കളായ TT സെബാസ്റ്റ്യൻ, ബിനു മണ്ഡപത്തിൽ എന്നിവർ പ്രസംഗിച്ചു. പയ്യാവൂർ പൈസക്കരി റോഡിൽ വണ്ണായിക്കടവിൽ നിന്നും നെല്ലിക്കുറ്റി വഴി ചെമ്പേരി ചെറുപുഴ ഭാഗങ്ങളിലേക്ക് പോകാനുള്ള എളുപ്പമാർഗത്തിലാണ് ഈ പാലം. 35 വർഷം മുമ്പ് പണിത ഈ ഉയരം കുറഞ്ഞ പാലം ശക്തമായ 2 മഴ പെയ്താൽ പാലത്തിൽ വെള്ളം കയറി യാത്ര തടസ്സപ്പെടും. പാലത്തിൽ നിന്നും 25 മീറ്റർ അകലെയുള്ള അങ്കമ്പാടിയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ പ്രയാസമാണ്. LP സ്കൂൾ മുതൽ കോളേജ് വിദ്യാർത്ഥികളടക്കം 100 കണക്കിന് ആളുകൾ ദൈനംദിനം യാത്ര ചെയ്യുന്ന പാലമാണിത്. കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു തീരാറായി അപകടം പതിയിരിക്കുന്ന ഈ പാലം പൊളിച്ചുമാറ്റി പുതിയ ഉയരമുള്ള പാലം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധ സമരം നടത്തിയത്. പാലത്തിന് ഇരുഭാഗങ്ങളിലുമുള്ള സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുത്തു.